SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ വിമർശനവുമായിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം വാർത്തയായി. അതിനെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ നിരവധി ചർച്ചകൾ നടന്നു. പക്ഷേ ഒരു ചോദ്യം ഉയരുന്നത്, ആരെ സഹായിക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവനയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നത്? അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സഹായിക്കാനാണ് എന്ന ആക്ഷേപം വളരെ വ്യാപകമാണ്. ശരിയാണോ സർ? ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെള്ളാപ്പള്ളി നടേശൻ അല്ലേ? വെള്ളാപ്പള്ളി നടേശന് ആർക്കാണ് ഭയം? ഭയമല്ലേ? ഭയക്കുന്നുണ്ട് ചിലരൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞാൽ SNDP എന്ന് പറയുന്ന ആ സാമുദായിക സംഘടനയുടെ മുതലാളിയാണ് അല്ലേ? അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിനോട് കൊമ്പ് കോർക്കാൻ പലരും തയ്യാറാകത്തില്ല. ഇദ്ദേഹം എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് മലപ്പുറത്തിനെതിരെയും മുസ്ലിം ലീഗിനെതിരെയും പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടൊരു അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ഒരു യാത്രയുണ്ടായിരുന്നല്ലോ, ജന മുന്നേറ്റ യാത്രയോ അങ്ങനെ ആ പേരില്ല, ആലുവയിൽ വന്നപ്പോൾ ഒരു പ്രസംഗമൊക്കെ നടത്തി. അത് കേസും പൊല്ലാപ്പും ഒക്കെയായി മാറി. ആ ഒരു മാൻഹോളിൽ വീണ സംഭവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നിപ്പം അടുത്ത സമയത്ത് ഇപ്പം പറയുന്നുണ്ട് മലപ്പുറത്തിനെല്ലാം കൊടുക്കുന്നുണ്ട്. മലപ്പുറത്ത് മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്നു, സ്ഥാപനങ്ങൾ അവിടെ കൂടുതലാണ്. ഇതൊക്കെ എന്നുവെച്ചാൽ ഇനി ഒരു ഭരണം UDF കിട്ടിയാൽ മുസ്ലിം വിഭാഗം എത്രത്തോളം കയ്യേറ്റം നടത്തും എന്നുള്ളത് വെള്ളാപ്പള്ളി എടുത്തു കാണിക്കുക. പിന്നെ ഈഴവ സമുദായത്തിന് യാതൊരു തരത്തിലുള്ള അംഗീകാരവും കിട്ടുന്നില്ലല്ലോ കോൺഗ്രസിനകത്ത്. ശരിയാ, കോൺഗ്രസ്സിലാകെ ഒരു ഈഴവ MLA മാത്രമേ ഉള്ളൂ, അത് കെ ബാബുവാണ്, തൃപ്പൂണിത്തറയിൽ നിന്ന് അല്ലേ? ഇനിയിപ്പോൾ 2026 കെ ബാബു മത്സരിച്ചില്ലെന്ന്, ബാബുവിന് എന്തോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ 2021 കെ ബാബു അങ്ങ് ഇറങ്ങിയതാണ്, രണ്ടും കൽപ്പിച്ച് സ്വരാജിനെ തോൽപ്പിക്കണമെന്നും പറഞ്ഞ്. അതെ, വളരെ നിസ്സാര വോട്ടുകൾക്കാണല്ലോ ജയിച്ചത്. അതെ. പക്ഷെ ഒരു വലിയ പകരം വീട്ടലായിരുന്നു കേട്ടോ നടത്തിയത്. മണ്ഡലത്തിൽ ഇറങ്ങി അങ്ങ് നിൽക്കുന്ന ആളാണ് കെ ബാബു. അവിടെ മണ്ഡലത്തിലുള്ളവരുടെ പേര് പോലും എടുത്ത് വിളിക്കാൻ തക്കവണ്ണം പരിചയം അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 2026 ചിലപ്പോൾ അതും കൂടി ആ വിഭാഗത്തിലുള്ളവർക്ക് കൊടുക്കാതാകും. അപ്പോൾ വെള്ളാപ്പള്ളി എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ടെന്നേ. പണ്ട് 2006 നമ്മുടെ PC വിഷ്ണുനാഥ് ചെങ്ങന്നൂരിൽ ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. PC വിഷ്ണുനാഥ് അറിയാലോ, ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയായിരുന്നു. ഉമ്മൻചാണ്ടിയാണ് ആ സീറ്റ് PC സംഘടിപ്പിച്ച് കൊടുത്തത്. ശോഭന ജോർജിനെ അവിടുന്ന് മാറ്റിയിട്ട് PC വിഷ്ണുനാഥ് അവിടെ മത്സരിക്കുന്നു 2006. ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ. അന്ന് വെള്ളാപ്പള്ളി ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നു, PC വിഷ്ണുനാഥിനെ തോൽപ്പിക്കും, ഉറപ്പായിട്ടും തോൽപ്പിക്കും. എന്തോ PC വിഷ്ണുനാഥുമായിട്ട് അദ്ദേഹത്തിന് എന്തോ ചില തർക്കങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വെല്ലുവിളി നടത്തുകയും ചെയ്തു. പക്ഷെ അന്ന് PC വിഷ്ണുനാഥ് അനായാസം ജയിച്ചു കയറി. അന്ന് സജി ചെറിയാനാണ് അന്ന് എതിർ സ്ഥാനാർത്ഥി. പക്ഷെ സജി ചെറിയാനെ തോൽപ്പിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ PC വിഷ്ണുനാഥ് കേരള നിയമസഭയിലേക്ക് നടന്നു കയറി. 2 തവണ ജയിച്ചു വന്നു. 2 തവണ 11ലും ജയിച്ചു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ മുഴക്കിയ ചില ഭീഷണികളൊക്കെ ചില സമയത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതും നമ്മൾ കാണാതിരുന്നുകൂടാ. പക്ഷേ അതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടിയെയും വെള്ളാപ്പള്ളി വിമർശിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മറ്റേ ഈഴവ സമുദായത്തെ പഞ്ചാര കാണിച്ച് വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഈഴവ സമുദായത്തിന് സീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. കേരള കോൺഗ്രസ് കൊടുക്കുമോ? അവരും കൊടുക്കില്ല. അവർ കൊടുക്കുന്നത് ക്രൈസ്തവർക്കാണ്. പിന്നെ ആരാ കൊടുക്കേണ്ടത്? കോൺഗ്രസ് ആണ് കൊടുക്കേണ്ടത്. അതാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. നിങ്ങൾ ഞാൻ എത്ര സീറ്റ് തന്നിട്ടുണ്ട് നമുക്ക്? സാർ, അത് ഈ 2001 തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിനാണ് ഈ UDF അധികാരത്തിൽ വന്നത്. 100 സീറ്റുമായിട്ടാണ് AK ആൻ്റണി മുഖ്യമന്ത്രിയാകുന്നത്. അതിനൊരു പ്രധാന കാരണം, നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ആ പ്രധാനപ്പെട്ട ഒരു 4-5 കാരണങ്ങൾ എടുത്താൽ അതിലൊരു കാരണം ഈ +2 സ്കൂൾ അനുവദിച്ചതാണ്. അത് NSSനും SNDPക്കും
സ്കൂളുകൾ വളരെ കുറച്ചാണ് കിട്ടിയത്. കിട്ടിയില്ലെന്ന് തന്നെ പറയാം. മലപ്പുറത്ത് അത് വേറൊരു കഥ. പക്ഷേ NSSനും SNDPക്കും മൊത്തത്തിൽ അന്ന് കേരളത്തിൽ സ്കൂളുകൾ കൊടുത്തു. ഇപ്പോൾ കൊല്ലം SM കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി എടുത്ത് മാറ്റി. പക്ഷെ പകരം അവിടെ ഒരു സ്കൂൾ കൊടുത്തില്ല +2-ന്. കുട്ടികൾ എന്ത് ചെയ്യും? എവിടെ പോയി പഠിക്കും? ഈ പ്രീ ഡിഗ്രിക്ക് കൊല്ലം SM കോളേജിൽ ചേരുന്ന കുട്ടികൾ എങ്ങോട്ട് പോകും? അവർക്ക് പഠിക്കാൻ സ്കൂൾ വേണ്ടേ? +2 പഠിക്കണ്ടേ? ഈ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് വന്ന് പഠിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കൊല്ലത്തുനിന്ന് കോട്ടയത്ത് പോയി പഠിക്കാൻ പറ്റുമോ? ഇതൊരു ചോദ്യം അന്ന് വളരെ ശക്തമായിരുന്നു. അന്ന് വെള്ളാപ്പള്ളി SNDP NSSും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് ഇടതുപക്ഷത്തെ PJ ജോസഫ് ആയിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ അട്ടിമറിയൊക്കെ നടന്നു. ക്രിസ്ത്യൻ സഭകൾക്ക് കൂടുതൽ സ്കൂൾ കൊടുത്തു എന്നൊക്കെയായിരുന്നു അന്നത്തെ ആക്ഷേപം. എന്തായാലും അന്ന് വെള്ളാപ്പള്ളി ഒരു വെല്ലുവിളി നടത്തി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പത്രങ്ങളിൽ വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, തൊടുപുഴയിൽ PJ ജോസഫ് തോറ്റിരിക്കും. അവിടെ വീടാന്തരം SNDP NSSും കയറി ഇറങ്ങി ആ വീട്ടുകാരുടെ എല്ലാം പറഞ്ഞ് വോട്ട് ക്യാൻവാസ് ചെയ്ത് PJ ജോസഫിനെ തോൽപ്പിച്ചു. PJ ജോസഫ് അന്ന് തോറ്റു 2001-ൽ. അത് അന്ന് ആ കാലത്ത് അത് നടന്നു. പക്ഷെ പിന്നീട് 2001-ലാണോ തോറ്റത്? 2001-ൽ അദ്ദേഹം തോറ്റു. അന്ന് മാത്രമല്ല, UDF വലിയ ഇതിലാണ് അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ UDFൻ്റെ സ്വരം മാറി. ഈ വെള്ളാപ്പള്ളിയുടെ ആവശ്യങ്ങൾ UDF വലിയ പ്രാധാന്യം കൊടുത്തില്ല. കുറച്ചൊക്കെ ചെയ്തു എന്ന് കാണിച്ചു. അങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളിയും ഇവരും തമ്മിൽ തെറ്റുന്നത്. പിന്നെ വെള്ളാപ്പള്ളി തെറ്റാനുള്ള UDFുമായിട്ട് തെറ്റാനുള്ള മറ്റൊരു പ്രധാന കാരണം VM സുധീരനാണ്. VM സുധീരൻ ആലപ്പുഴയിൽ 2004-ൽ മത്സരിക്കുന്നു. ഏതാണ്ട് 2000 വോട്ടുകൾക്കാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഡോക്ടർ മനോജിനോട് പരാജയപ്പെടുന്നു. അത് ഒന്ന് ആലോചിക്കണം. സുധീരൻ 8 അപരന്മാരുണ്ടായിരുന്നു. 8 അപരന്മാരെ നേരിട്ടിട്ടൊക്കെയാണ്. അതിൽ 3 പേര് വളരെ സജീവമായിട്ട് സുധീരനുമായിട്ട് വളരെ അടുത്ത പേരിൽ സാമ്യമുള്ള ആൾക്കാരായിരുന്നു. എന്നിട്ടാണ് സുധീരൻ അവിടെ നാമമാത്രമായ വോട്ടുകൾക്ക് തോറ്റുപോയത്. അല്ലെങ്കിൽ സുധീരൻ അവിടെ ജയിക്കുമായിരുന്നു. അന്ന് സുധീരനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ ആളാണ് മനോജ്. പിന്നീട് CPM വിട്ടെന്ന് തോന്നുന്നു. മനോജ് CPM വിട്ടു. പിന്നീട് CPM-ഉമായിട്ട് തെറ്റി. അല്ല, അവിടെ അന്ന് ഈ വെള്ളാപ്പള്ളി വലിയ വീരവാദം മുഴക്കി സുധീരനെ തോൽപ്പിച്ചത് ഞാനാണ്, SNDP ആണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വന്നു. പക്ഷേ സുധീരൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ. 2009-ൽ വന്നപ്പോഴത്തേക്കും ആലപ്പുഴയിൽ KC വേണുഗോപാൽ പാട്ടും പാടി ജയിച്ചു പോയി. ഇപ്പോഴേ പ്രശാന്ത് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, PJ ജോസഫിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? അവരുടെ കോട്ടയിൽ ചെന്നിട്ട് അവരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് നടത്തി. അതെ. ഇപ്പം പറവൂരിൽ പിന്നെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, VD സതീശനോട് പറഞ്ഞു, പറവൂരിൽ തോറ്റ ചരിത്രം ഉണ്ടല്ലോ, തോൽപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വെള്ളാപ്പള്ളി പറഞ്ഞത്, എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി പറയുന്നതിനെ എതിർത്ത് കോൺഗ്രസ്സിൽ ആരും ഒന്നും പറയാത്ത എന്തുകൊണ്ടാണ്? ഇത് വെള്ളാപ്പള്ളിക്ക് പ്രാവർത്തികമാക്കാൻ അറിയാം. നിങ്ങൾ 100 സീറ്റ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ, അടുത്ത തവണ കിട്ടുമെന്ന്. പോട്ടെ, നിങ്ങൾക്ക് 100 വേണ്ട, 98എങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാമോ? അധികാരത്തിൽ വരാമോ? ഞാനെങ്കിൽ SNDP സ്ഥാനം വിട്ടൊഴിയാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം വെള്ളാപ്പള്ളിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ മുഴുവൻ ഭയക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു നേതാവ് പറയുമോ അവിടെ മത്സരിക്കാൻ ഇറങ്ങി കഴിയുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഈ പറഞ്ഞ തരത്തിൽ തോൽപ്പിക്കുക, PJ ജോസഫിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് തോൽപ്പിച്ച ആൾ തന്നെ ഇത് വെള്ളാപ്പള്ളിക്ക് ആരോടുള്ള ഒരു വ്യക്തിപരമായ വിമർശനമല്ലിത്. ഇത് വെള്ളാപ്പള്ളി SNDP എന്ന് പറയുന്ന സമുദായത്തിൻ്റെ മുതലാളിയാണ്. അത് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ കുഞ്ഞാലിക്കുട്ടിയോടെ വിരോധം ഉണ്ടായിട്ടല്ല മുസ്ലിം ലീഗിനോട് എതിർത്ത് സംസാരിക്കുന്നത്. സാദിഖ് അലി തങ്ങളോട് വിരോധമില്ല കോൺഗ്രസ്സിലായാലും. പക്ഷേ VD സതീശനെ അല്പം കടന്നാക്രമിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതിപക്ഷ നേതാവായി ചമഞ്ഞ് നടക്കുകയല്ലേ മുഖ്യമന്ത്രിയാകാൻ എന്നൊക്കെയാണ് അങ്ങ് പരസ്യമായി എടുത്തിട്ട് അങ്ങ് അലക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇത് UDFനൊരല്പം ഭയം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈഴവ സമുദായത്തിലെ വോട്ട് നമുക്കറിയാം നന്നായിട്ട് BJP-യിലേക്ക് പോയിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യും കൂടെ ഏതാണ്ട് പങ്കിട്ടെടുക്കുകയാണ്. അതെ. ഇതിപ്പം ആര് പറഞ്ഞിട്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ നിരന്തരം VD സതീശനെ ആക്രമിക്കുന്നു,
ലീഗിനെ അറ്റാക്ക് ചെയ്യുന്നു, മലപ്പുറത്തെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ആര് പറഞ്ഞിട്ടാണ്? ഈഴവ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകണമെന്ന് ഒരു താല്പര്യം അതിനകത്തുണ്ട്. ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ ചോർന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഏത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇത്തവണ അത് അപ്പോൾ പിണറായി വിജയന് വേണ്ടിയല്ലേ ഇദ്ദേഹം ഈ കളി കളിക്കുന്നത്, മുണ്ടം മടക്കി കുത്തി ഇറങ്ങുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.